ഇത് ഞങ്ങളുടെ സുന്ദരി പശുവാണ് കേട്ടോ. സൂപ്പറല്ലേ? കണ്ടു നോക്കട്ടെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. മല്ലു കർഷകൻ ബ്ലോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്കടൂർ പഞ്ചായത്തിലെ മികച്ചൊരു നല്ലൊരു കർഷകൻ കൂടിയാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ പേര് പ്രവീൺ എന്നാണ്. പ്രവീൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും. ഹലോ കേസ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു കണ്ടൽ കാടാണ്. അതുപോലെ തന്നെ ഈ നേരെ കാണുന്നത് രാജ ഐസ്ലാൻഡാണ്. വിദേശികൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ പേര് ചേറ്റുവ പാലം എന്നാണ്. ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ നീണ്ട യാത്രയ്ക്ക് സാക്ഷിയാകുന്നൊരു പാലം കൂടിയാണിത്. അപ്പോൾ ഇത് പോകുന്ന വഴിയുള്ള ഒരു ചെറിയൊരു വ്യൂസാണ്. എൻ്റെ ഒരു പുതിയൊരു വണ്ടിയുടെ വ്ലോഗ് എടുക്കുന്നത്. വരുന്നത് കണ്ടത് ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രവീൺ ചേട്ടൻ്റെ കൃഷിയും നമസ്കാരമുണ്ട്. നമസ്കാരം. കൈ കൊടുക്കാൻ പാടില്ല, എന്നാലും കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രവീൺ ചേട്ടൻ്റെ വീട് കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതുപോലത്തെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഈ കാണുന്ന 2 ഇനം വാഴയാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഏത്തവാഴയും റോബസ്റ്റ് പഴവും കൂടിയാണ് ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇതുമാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഒരുപാട് വാഴ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പാകം ആവാനായുള്ളൊരു സമയത്തേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ കൃഷിഭവനിലേക്ക് സംഭരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ എങ്കടൂർ പഞ്ചായത്തിലെ നല്ലൊരു കർഷകനാണ് നമ്മൾ പ്രവീൺ ചേട്ടൻ. പ്രവീൺ ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ എത്ര നാളെ നമ്മുടെ ഈ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്? സത്യത്തിൽ കൃഷി എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ അതിലേക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ സത്യത്തിൽ എനിക്ക് ഇതിലേക്ക് രണ്ടാമതൊരു എൻട്രി തന്നത് ഈ കൊറോണയാണ്. അതെ. അപ്പോൾ കൊറോണ വന്നു. അങ്ങനെ നമുക്കൊരു 24 ഡേയ്സ് ഫസ്റ്റ് പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്താണ് ഞാൻ, വേറെ വഴിയില്ലല്ലോ, വീട്ടിലിരിക്കുന്നല്ലേ. അതെ. കൊറോണ കാലത്താണ് ഒരുപാട് ജനങ്ങൾക്ക് കൃഷിയുമായിട്ടുള്ള ഒരുപാട് പ്രോത്സാഹനവും കൃഷിയിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റിയത്. കൊറോണ നല്ലൊരു വന്ന സാഹചര്യത്തിൽ ഞാൻ ഒന്ന് കാലത്ത് നമുക്ക് സമയം പോവാതെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും, 10-21 ദിവസം അല്ലെങ്കിൽ നമുക്ക് കടന്നു പോകണമല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി നോക്കുമ്പോഴാണ് നമ്മുടെ പറമ്പെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ കുറച്ച് പണിക്കാരുണ്ട് നമ്മുടെ അടുത്ത്. അതെ. എത്ര പണിക്കാരുണ്ട് നമുക്ക് ഏകദേശം? 10-20 ആൾക്കാർ ഐഡിയലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവരെല്ലാവരും എനിക്ക് ഒരുമിച്ച് ഇവിടെ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ വിളിക്കുകയും അവരോട് നമുക്ക് പറമ്പൊന്ന് നന്നാക്കി കളച്ച് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ളൊരു ആവശ്യത്തിലേക്ക് അവരതിലേക്ക് മാറ്റുകയും ചെയ്തു. അതനുസരിച്ച് നമ്മളും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട ഡയറക്ഷൻസ് എല്ലാം കൊടുത്ത്
പിന്നെ നാട്ടിൽ കുറച്ച് നല്ല കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പഴയ സുഹൃത്തുക്കളുണ്ട്. അതെ അതെ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു, ഇതിന് എന്ത് വളമാണ് നമുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കൊരു പുതിയ കൃഷിസ്ഥലത്തിന് ഏത് രീതിയിൽ. കാരണം ഇപ്പോൾ നമ്മുടെ പറമ്പിൽ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്, ഉയർന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇവിടേക്ക് അനുയോജ്യമായ രീതിയിലുള്ള കൃഷികൾ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം. മാത്രമല്ല വേനൽക്കാലമായിരുന്നു, അപ്പം നനയ്ക്കാനുള്ളൊരു സംവിധാനം കൂടെ നമ്മൾ അതിൻ്റെ ഇടയിൽ കാണേണ്ടി വന്നു. നമുക്കൊരു ഇവിടെ എത്ര തന്നെ നമുക്ക് കൃഷി കാര്യങ്ങൾ വെച്ചാൽ എത്ര തരം പച്ചക്കറി കൃഷികളുണ്ട്? പച്ചക്കറി കൃഷികളിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ഇപ്പോൾ നോക്കുമോ മത്തങ്ങയാണ്. ഇതൊരു പന്തലിൻ്റെ മുകളിലാണ് ഞാനിവിടെ മത്തങ്ങ ചെയ്തിട്ടുള്ളത്. പന്തലിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാനായിട്ടുള്ളൊരു കാരണം അന്ന് ഇതൊരു തോടായിരുന്നു ഇതിൻ്റെ അടിയിൽ. അവിടെ മൊത്തം തോടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിലുള്ളൊരു തോട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എന്നാൽ ഈ തോടിൻ്റെ മുകളിൽ ഒരു നല്ല കുറച്ച് കേട് വന്ന കവുങ്ങെല്ലാം ഞാൻ വെട്ടി അതുകൊണ്ടൊരു നല്ല പന്തൽ ഉണ്ടാക്കി. അതെ. ഇതുപോലെ തടത്തിൻ്റെ അകത്ത് വെള്ളം കയറിയാലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരു മത്തങ്ങ കൃഷി ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇതിൽ മുൻപ് എനിക്ക് നല്ല റിസൾട്ട് നിന്ന് വന്നു. ഉദ്ദേശം ഒരു 2-2.5 കിലോ തൂക്കം വരുന്ന 150-ൽ കൂടുതൽ മത്തങ്ങ ഞാൻ ഇതുമെന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് നമ്മുടെ സെയിലിംഗ് കൊറോണ സമയത്ത് ചെയ്യാനായിട്ട് എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയത് ഏങ്ങണ്ടിയൂർ ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ അവിടെ ഒരു എക്കോ ഷോപ്പ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വളമൊക്കെ ഇതിൻ്റെ തുടക്ക സമയത്ത് അവിടെ നിന്നാണ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉണ്ടായാലും എന്തോരം ഉണ്ടെങ്കിലും കൊണ്ടുവന്നോളൂ, നമുക്കതിവിടെ സെയിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ പുറത്ത് കൊടുക്കാറില്ല, അവിടെ തന്നെ ഇത് എല്ലാം പറിച്ച് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാം ഒരു വലിയൊരു വോളിയായിട്ടല്ല നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഒരു 4-5 മത്തങ്ങ, അതുപോലെ തന്നെ കുമ്പളങ്ങ, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ പറയാവുന്ന പച്ചക്കറികൾ നമുക്ക് വരുന്നത് പടവലങ്ങ, അതുപോലെയുള്ള പച്ചക്കറികൾ, പയറ്, വള്ളിപ്പയർ. അതെ, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. വഴുതനങ്ങ അവിടെ നിൽക്കുന്നു നോക്കൂ. അതുപോലെ വെണ്ടയ്ക്കെല്ലാം കാച്ചു നിൽക്കുന്നുണ്ട്. ചെറിയ വെണ്ടയിൽ തന്നെ നമുക്ക് കായകൾ കാണാൻ പറ്റും. ഇതെല്ലാം വെണ്ടയ്ക്കയാണ്. ഇത് വഴുതനങ്ങ നട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 15-16 ദിവസം, ഒരു 20 ദിവസത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ പറിച്ച് നട്ടിട്ട്. ഇപ്പോൾ തന്നെ അതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണാണ്. നമ്മളൊരു അല്പം പരിചരണം കൊടുക്കണം. മാത്രമേ ഇത് നല്ല വളങ്ങൾ എന്തായിട്ടാണ് ഇപ്പോൾ വീക്കിലി ആണോ? ഞാനിതിൽ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുടക്കം വെച്ച സമയത്ത് എൻ്റെ അടുത്ത് പശുവൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലൊരു നല്ല തൊഴുത്ത് കിടന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു നാടൻ പശു, കാസർഗോഡ് കുള്ളനത്തിൽപ്പെട്ട ഒരു പശുവിനെ അങ്ങ് മേടിച്ചു. അതെ, ഒരെണ്ണത്തിനെ മേടിച്ചു. അതിൻ്റെ ചാണകം, അതിൻ്റെ മൂത്രമെല്ലാം നമ്മൾ വളരെ ഫലപ്രദമായ രീതിയിൽ കൃഷിയിലേക്ക് തന്നെ ഇറക്കി. അപ്പോൾ അങ്ങനെ ഇതവിടെ കവുങ്ങ്, കാസർഗോഡ് ഒരു വെറൈറ്റിയാണ് ഇൻ്റർസെയിൻ മംഗള എന്ന് പറഞ്ഞൊരു കവുങ്ങാണ്. ഞാനിതൊരു 10-200 എണ്ണം ഇവിടെ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു 4 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ. ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇലയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം 3-ാം വർഷം മുതൽ കായ്ഫലം തരുന്ന 3 വർഷത്തിനുള്ളിൽ 3 വർഷത്തിൻ്റെ മുകളിൽ പോവില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗവും കാര്യങ്ങളും ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു നിശ്ചിത അകലത്തിൽ വളരെ ഭംഗിയായിട്ട് ഒരു 200 എണ്ണത്തോളം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പച്ചക്കറി കൃഷിയുടെ ഇടയിൽ കൂടെ തന്നെ ഇതും കൂടി ചെയ്തിട്ടുണ്ട്. കൊള്ളി ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ മുഴുവനായിട്ട് കൊള്ളി ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഒരു 10 കിലോ 15 കിലോ വെച്ച് പറിച്ച് നമ്മൾ എക്കോ ഷോപ്പിൽ കൊണ്ട് കൊടുക്കും. അവരതിന് നല്ല വിലയും തന്നിരുന്നു. 25 രൂപ വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊടുത്തിരുന്നത് ഒരു കിലോ. ഇപ്പോഴും അത് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5-6 കട പറിച്ചാൽ നമുക്കൊരു 10-15 കിലോ കൊള്ളി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വലിയ പരിചരണമൊന്നും നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ല രീതിയിൽ നമ്മളതിനെ പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്ന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ കൃഷി തുടങ്ങുന്ന സമയത്ത് പുല്ലിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ ഒരു പശുവിനെ മേടിച്ചു, പക്ഷേ അതിന് കൊടുക്കാനായിട്ട് പുല്ലും കിട്ടിയില്ല, വൈക്കോലും കിട്ടാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു അതിന് എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ പുല്ല്, ഈ പച്ച കളറിൽ കാണുന്നത്. തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ. ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് വന്നിട്ട്
15 to 20% പ്രോട്ടീനാണ് ഈ പുല്ലിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ലിറ്ററേച്ചർ പറയുന്നത്. അതനുസരിച്ച് ഞാൻ ഇതിൻ്റെ തണ്ടുകളാണ് നടീൽ വസ്തുക്കളായി മേടിച്ചത്. ഒരു തണ്ടിന് 2 രൂപ വെച്ച് ഞാൻ മേടിച്ചു. ഈ റേഡിയൻ സൂപ്പർ നേപ്പിയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് കളർ തന്നെയാണ്, ഇതിൻ്റെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള റെഡിഷ് കളറാണ്. 2 ഇതിൽ 20 to 30% പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട്. ഇതെല്ലാം ഒരു ക്രോപ്പിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ നട്ടതിന് ശേഷം 90 ഡേയ്സിൽ ഫസ്റ്റ് ക്രോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്. ഇപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 ദിവസം മുന്നേ കട്ട് ചെയ്തതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്. അതിൻ്റെ കടയ്ക്കുന്ന് ചെനച്ചം പൊട്ടി വരുന്നതാണ് ഇതെല്ലാം. എവരി 30 ഡേയ്സിൽ എനിക്കിത് കട്ട് ചെയ്യാൻ കിട്ടും. ഒരു കടയ്ക്കുന്ന് നമുക്ക് 10 to 15 kg ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് വിളവ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഇപ്പോൾ തന്നെ ഇപ്പം എന്നേക്കാൾ ഉയരമുണ്ട്. ഇതൊരു 15 അടി ഉയരം വരെ ഇത് പോകുന്നുണ്ട്. ഇനി ഒരു 10 ഡേയ്സിനുള്ളിൽ ഇത് 15 അടി ഉയരത്തിലേക്ക് എത്തും. ഇതിപ്പോൾ പശുക്കൾക്ക് എങ്ങനെ ഇതിൻ്റെ തീറ്റ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം? ഇത് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, കടക്കിലും മണ്ണിനോട് ചേർത്ത് ഇതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കനം കൂടിയ തണ്ടിൻ്റെ ഭാഗം വരുന്നുണ്ട്. ഇത് അവിടെ കണ്ടു. ഈ ഭാഗങ്ങൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടുകുത്തി വെച്ച് കട്ട് ചെയ്യുക. ബാക്കിയുള്ള പോർഷൻ അവർ കടിച്ച് തിന്നും. ഒരു തരി പോലും വേസ്റ്റ് വരുത്താത്ത രീതിയിൽ ഇതിൽ തന്നെ ഉണ്ട്. വളരെ സന്തോഷം രവി ചേട്ടാ, ഇതുപോലെ നല്ല രീതിയിൽ ഏങ്ങണ്ടൂർ പഞ്ചായത്തിൽ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഇതുപോലെ ഒരുപാട് കർഷകർ നമ്മുടെ ഏങ്ങണ്ടൂരുണ്ട്. അപ്പോൾ അവരെ ഇതിലൂടെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന രീതിയിലാണ് ഈ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് ഇതുപോലുള്ള വീഡിയോസും അല്ല ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു കൃഷി ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം കൂടെയാണ്. മാത്രമല്ല ഇത് കണ്ടിട്ട് ഒരു 2-3 ആൾക്കാർ കൂടെ കൃഷിയിലേക്ക് വരികയാണെങ്കിൽ അതും വലിയൊരു നേട്ടമായിരിക്കും. നേട്ടം തന്നെ ആയിരിക്കും തീർച്ചയായും. യാതൊരു സംശയമില്ല. അപ്പം നമുക്ക് ഈ അടുത്ത കാര്യങ്ങൾക്ക് പോവാം. അടുത്ത കൃഷികൾ ആ ലോങ്ങിലാണല്ലേ? പ്രസിദ്ധമായിട്ടുള്ളൊരു കുളമാണ് ഇതല്ലേ? ചീനിക്കുളം ചീനിക്കുളം. ചീങ്കണ്ണിക്കുളം. ചീങ്കണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ചീങ്കണ്ണി ഉണ്ടായിരുന്നു പണ്ട്. ഇതിന് ചീങ്കണ്ണീനെ പിടിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ അച്ചാച്ചനൊക്കെ ചീങ്കണ്ണി ഏങ്ങണ്ടൂർ വന്നിട്ട് കോട്ട, ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് പറയും, ഇവിടെ ചേറ്റുവ. അവിടെ ചീങ്കണ്ണീനെ കണ്ടു എന്നും പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ അന്വേഷിച്ച് നടന്നിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എങ്ങനെയോ പാടങ്ങൾ വഴി കയറിയിട്ട് ഇതിൽ വെച്ചിട്ടാണ് അവരതിനെ കൊല്ലുന്നത്. അതിനുശേഷം വളരെ പ്രസിദ്ധമായുള്ളൊരു കുളം തന്നെയാണല്ലേ എന്നുള്ള പേരിലാണ് ഏങ്ങണ്ടൂർ. പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം. ഇപ്പോഴത്തെ തലമുറയിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ചീങ്കണ്ണിക്കുളം എന്ന പേരിൽ അന്ന് പ്രശസ്തിയായിട്ടുള്ളൊരു കുളമാണത്. നല്ല താഴ്ചയുള്ളതാണ്. ഒരു 1.5 ആൾക്ക് താഴ്ച ഉണ്ടായിരിക്കും. ഏത് വേനൽക്കാലത്തും ഇതിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല. പൊളിച്ചില്ല. സുന്ദരി പശുവാണല്ല. അപ്പോൾ പേരും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസും പറയുമോ? നന്ദിനി എന്നാണ്. നന്ദിനി ഇവള് വെച്ചൂര് ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ്. വെച്ചൂര്. ഇവളിപ്പോൾ 7 മാസം ഗർഭിണിയാണ്. 2ാമത്തെ പ്രസവത്തിലേക്കാണ് വരുന്നത്. 2ാമത്തെ പ്രസവം. നാടൻ ഇനത്തിൽപ്പെട്ട പശുവാണ്. ഒരു 90 സെൻറ്റിമീറ്റർ താഴെ ഇതിന് ഉയരം ഉണ്ടാവുള്ളൂ. എൻ്റെ ഈ ഉയരം ഇതിന് കാണിക്കുന്നുള്ളൂ. ഈ ഉയരം തന്നെ ഇനി ഹൈറ്റ് വെക്കില്ല. ഈ ഉയരം വെക്കില്ല. ഇതിപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞു. 2ാമത്തെയാണ്. ഇപ്പോൾ 6.5-7 മാസം ചനയാണ് പശു. ഉണ്ടല്ലേ? ഒരു 1.5 മുതൽ 2 ലിറ്റർ വരെ പാലേ നമുക്ക് ദിവസം കിട്ടും. ഓ, 2 ലിറ്റർ വരെ പാല് മാക്സിമം. അതിൻ്റെ മുകളിലേക്ക് പാല് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പാല് വളരെയധികം ഔഷധ ഗുണമുള്ള പാലാണ്. അങ്ങനെ എത്ര പേർക്ക് സെയിലിംഗ് ഉണ്ട് ഇവിടെ? ഇവിടെ തന്നെ ആൾക്കാർ വരുമോ? പാലായിട്ട് നമുക്ക് കൊടുക്കാനില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ ഇതിൻ്റെ പാലിന് 1 ലിറ്റർ വന്നിട്ട് 150 രൂപ വരെ വിലയുണ്ടെന്നാണ് എനിക്ക്. അതുണ്ട്. കാരണം അത് പർട്ടിക്കുലർ പശു. പിന്നെ ഇതിൻ്റെ നെയ്യും അതുപോലെ തന്നെ വളരെയധികം ഔഷധ മൂല്യവും നമ്മുടെ ശരീരത്തിന് ഈ കൊറോണ സമയത്തൊക്കെ പ്രതിരോധശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു തന്മാത്രയാണ് ഇതിൻ്റെ നെയ്യിൻ്റെയൊക്കെ സവിശേഷത. കൊളസ്ട്രോളിനെ കുറയ്ക്കും. കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറയ്ക്കും. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു
നാടൻ ഇനത്തിൽ വെട്ടപ്പശു. ഇത് കുട്ടി, ഇത് അതിൻ്റെ കുട്ടിയാണ്. അതിൻ്റെ കുട്ടി എത്ര മാസം? 2 മാസം, ഇതിനിപ്പോൾ ഒരു 1.5-2 മാസം, 5 മാസത്തിൻ്റെ മുകളിൽ പ്രായം ഉണ്ടാവും. 5 മാസം. ആ, അധികം ഹൈറ്റ് ഒന്നും ഇല്ല അല്ലേ? എത്ര വിവരം വരുള്ളൂ. പേടി കൂടുതലാണ്. പേടിയാണല്ലേ? ഇത് അതിൻ്റെ തള്ളയാണ്. ഇതിൻ്റെ പേര് സുനന്ദിനി എന്നാണ്. സുനന്ദിനി പശു. ഈച്ചയുടെ ഒരു കംപ്ലൈൻറ്റ് വളരെയധികം ഉണ്ടല്ലേ? നമ്മൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളിതിന് വേപ്പെണ്ണ അങ്ങനെയുള്ളതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറഞ്ഞു വരികയാണ് ഈ മഴക്കാലം തീർന്നതിനനുസരിച്ചിട്ട്. ഇതിനെ കറന്നുകൊണ്ടിരിക്കുന്ന പശുവാണ്. നല്ല സ്വഭാവമുള്ളൊരു പശുവാണ്. എനിക്കൊരു കാലത്ത് ഒരു 1.5-1.25 ലിറ്റർ പാല്, അതെ, വൈകിട്ട് 1 ലിറ്ററിൻ്റെ താഴെ ഒരു 4-5 മാസം വരെ അങ്ങനെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർക്ക് അടുത്ത ഗർഭധാരണ കുറഞ്ഞു വരും. എന്നാലും നല്ല പശുവാണ്. ഇതിന്റെ ചാണകവും മൂത്രമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എല്ലാ കൃഷി കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മേടിച്ചത്. അതെ, നല്ലൊരു കാര്യം തന്നെയല്ലേ? പുറത്തുനിന്ന് നമ്മൾ കഷ്ടപ്പാട് നമ്മളോട് തന്നെ. നല്ല പാല് വീട്ടിലുള്ളവർക്ക്, അച്ഛനായാലും അമ്മയാണെങ്കിലും എനിക്കും മക്കൾക്കും ഒക്കെ കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ വേറെ ഒരു സവിശേഷത. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹായ് ഉണ്ണിക്കുട്ടെ, നമസ്കാരം. മോൻ്റെ പേര് പറഞ്ഞേ? പേര് പറഞ്ഞു എന്താ? സച്ചിൻ ഗോപി. രണ്ടാമത്തെ മകനാണ്. UKG-യിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ വാടനപ്പള്ളി. നാളികേരം വീണു. നാളികേരം ഭാഗ്യം പറയുന്നത് വളരെ സത്യം, ശരിയാണ്. അതൊരു നല്ലൊരു കാര്യം കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ തന്നെ ഒരു തേങ്ങ ഉണ്ട്. പക്ഷേ നമ്മള് തെങ്ങ് നമ്മളെ മാറ്റി നിർത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ചേട്ടാ നമുക്ക് ഞാൻ ഇപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ചു, ഇപ്പോൾ ഈ ടാങ്ക് എന്തിനുള്ള ഒരു ടാങ്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് ഞാൻ ഈ പുല്ലുകളാണെങ്കിലും ശരി, വാഴ, തെങ്ങ്, കമുങ്ങ്, ഇതിനെല്ലാം ഞാൻ ജീവാമൃതം എന്ന് പറഞ്ഞൊരു വളമാണ് ഉപയോഗിക്കുന്നത്. അത് തികച്ചും ജൈവമായിട്ടുള്ള ഒരു വളക്കൂട്ടാണ്. അതിന് വേണ്ട കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പശുക്കളെ കണ്ടല്ലോ, നാടൻ പശുക്കൾ. അതെ അതെ. അവരുടെ ചാണകവും ഗോമൂത്രവും പിന്നെ 2 പരിപ്പായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാന്യങ്ങൾ, അതായത് അമ്മുതിരയാവാം, അതുപോലെ തന്നെ പയറാവാം, ചെറുപയറാവാം, ഇതിൽ പെട്ട ഏതെങ്കിലും പരിപ്പിൻ്റെ പൊടിയും 1 കിലോ ശർക്കര. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ട് പറയുന്നത് ഒരു 20 കിലോ ചാണകം. 200 ലിറ്ററിൻ്റെ ക്യാനാണിത്. ഇതിലേക്ക് 20 കിലോ ചാണകം, പച്ച ചാണകം വേണം. അത് നാടൻ പശുവിൻ്റെ തന്നെ വേണമെന്ന് നിർബന്ധമാണ്. കാരണം അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ജീവാണുക്കളുടെ സാന്നിധ്യമുള്ളത്. അപ്പോൾ 20 കിലോ ചാണകം, 10-15 ലിറ്റർ നാടൻ പശുവിൻ്റെ മൂത്രം, അതുപോലെ 1 കിലോ 2 പരിപ്പുള്ള ഏതെങ്കിലും ധാന്യത്തിൻ്റെ പൊടി. അതിപ്പോൾ കുറച്ച് പഴകിയതോ പുതിയതോ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ അതുപോലെ 1 കിലോ ശർക്കര, അത് കറുത്ത ശർക്കരയായാലും വളരെ നന്നായി. ഇത് നമ്മൾ ഇതിലിട്ടിട്ട് ഇതിൽ വെള്ളവും ബാക്കി ഒരു 150-160 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട്, നല്ല തോട്ടിലെ വെള്ളം, മറ്റേ ക്ലോറിനുള്ള വെള്ളമൊന്നും പാടില്ല. നല്ല നമ്മളിതിനെ ക്ലോക്ക് വൈസിൽ ദിവസം 2 പ്രാവശ്യം ഇതിനെ ഇളക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക. അതിൻ്റെ മുകളിലൊരു ചാക്ക് നനച്ചിടുക. ഒരു 6 മുതൽ 8 ദിവസത്തിനുള്ളിൽ ഇത് നല്ല രീതിയിൽ ക്ലോക്ക് വൈസ് ദിവസം 2 പ്രാവശ്യം വെച്ച് ഇളക്കിയിട്ട് ഒരു 5 മുതൽ 8 ദിവസത്തിനുള്ളിൽ ഇത് നല്ല സമ്പുഷ്ടമായ ജീവാണുക്കളുടെ പ്രസൻസ് ഉള്ള ഒരു നല്ല ജൈവവളമായിട്ട് മാറും. അപ്പോൾ അതെടുത്ത് നമുക്ക് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ടോ അതല്ലെങ്കിൽ ഒരു പഴയ ഓല എടുത്ത് വളച്ച് ഇതിൽ മുക്കിയിട്ട് ഇത് തെളിച്ചു കൊടുക്കാം പറമ്പിലെല്ലാം. അപ്പോൾ ദഹിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും കണ്ടൻസ് ഭൂമിയിലുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ഭൂമിയുടെ ഫലഭൂഷ്ടി 10 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ജീവാണുക്കളാണ് ഇതിൽ നിന്നുണ്ടാവുന്നത്. അത് തികച്ചും ജൈവമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാനിതെല്ലാം വളർത്തിയിട്ടുള്ളത്. ഇവിടെ കാണുന്നതും നിങ്ങൾ നേരത്തെ കണ്ട കൊള്ളിയാണെങ്കിലും വാഴയാണെങ്കിലും ഇപ്പോൾ കൊലച്ച് നിൽക്കുന്ന നേന്ത്രവാഴ, കുമ്പളങ്ങ, ഇതെല്ലാം ഞാൻ ഇതിൽ നിന്നാണ് വളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ വാഴ ഒരു 15 ദിവസമായിട്ടുള്ളൂ ഞാൻ കന്ന് നട്ടിട്ട് നല്ല കരുത്തോടു കൂടെ മുളച്ചു നല്ല രീതിയിൽ തന്നെ. സൈഡിലുണ്ട് അവിടെ ഗൈസ്.
ഓക്കെ, താങ്ക് യു പ്രവീൺ ചേട്ടാ. നമുക്ക് നമ്മളെ കർഷകരേക്കും ജനങ്ങളിലേക്കും ഈ ഒരു നല്ലൊരു നിർദ്ദേശം തന്നതിന് മല്ലു കർഷക ബ്ലോഗിലെ നല്ലൊരു ബിഗ് താങ്ക്സ് ആണ്. ചേട്ടാ, നമ്മൾക്ക് മീൻ കൃഷി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഈ കുളത്തിൽ? ഈ കുളത്തിൽ ഞാനിവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയുന്ന ഒരു പിലോപ്പിയ മീനാണ്. ഒരു 10-250 മീനിനെയാണ് ഞാനിപ്പോൾ ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട തീറ്റയെല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളായിട്ട് തീറ്റ അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. ഒരു 2 മാസമേ ആയിട്ടുള്ളൂ ഞാനിത് ഇട്ടിട്ട്. ആ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലതിനെ മേടിച്ചിട്ടത്. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥമാണ്. പക്ഷേ നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്കിപ്പോൾ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഈ കുറച്ചും കൂടെ നല്ല മീനുകളെ ഞാനിനി ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്ന് വിളവെടുപ്പ് നോക്കിയിട്ട് ഇപ്പോൾ എനിക്കൊരു 4 മാസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, സന്തോഷം. നല്ല വെള്ളമാണ് ഇവിടെ. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പ്രവീൺ ചേട്ടൻ അച്ഛനാണിത്. അദ്ദേഹം കുമ്പളങ്ങ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊരു ചെറിയൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒരുമല കൃഷിഭവനിലേക്കാണ് ഇത് സംഭരിക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരെ, മണ്ണിര കമ്പോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തു വരുന്ന ഒരു കർഷകൻ കൂടിയാണ് പ്രവീൺ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മളെ ആങ്ങടിയൂർത്ത് നമ്മളെ പ്രവീൺ ചേട്ടനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മോനൂട്ടൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.